ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. എങ്ങനെ ഒരു പ്രശ്നത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് വരും? ഇത് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഏതെങ്കിലും പുതിയ കാര്യമല്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാക്കുക. എങ്ങനെ പരിശുദ്ധാത്മാവ് വരും? ശ്രദ്ധിച്ചു കേൾക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നു, അല്ലേ? നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 24-ൽ 2 ശിഷ്യന്മാർ എങ്ങോട്ട് പോകുന്നു? ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക്. അവരുടെ പ്രത്യേകത എന്താ? അവർ പരസ്പരം തർക്കിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ മുഖം മ്ലാനമായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ഹൃദയം മന്ദീഭവിച്ചതായിരുന്നു. ഹല്ലേലൂയ. ഇത് നമ്മുടെ അവസ്ഥയാണ്. പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് മുഖത്ത് സന്തോഷമില്ല. കുടുംബത്തിൽ തർക്കം, സഭയിൽ തർക്കം, പ്രിയപ്പെട്ടവരെ, മന്ദീഭവിച്ച ഹൃദയം. ഇങ്ങനെ 2 ശിഷ്യന്മാർ പോകുമ്പോൾ യേശു അവരുടെ അടുത്തെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, യേശു ഈ ശിഷ്യന്മാരെ എവിടെ എത്തിച്ചു? ശ്രദ്ധിച്ചോളൂ. എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യണം. 2 ശിഷ്യന്മാർ ഇങ്ങനെ പോകുന്നു, അവർ തർക്കിക്കുന്നു, അവരുടെ മുഖം മ്ലാനമാണ്, ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. യേശു അടുത്തെത്തി. നിങ്ങൾ മനസ്സിൽ കാണുക ഞാൻ പറയുന്നത്. 2 ശിഷ്യന്മാർ പോകുന്നു, അവർ തർക്കിക്കുന്നു, അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു, അവരുടെ മുഖം മ്ലാനമാണ്. അങ്ങനെ 2 ശിഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നു. യേശു അവരുടെ അടുത്തെത്തി. എന്നിട്ട് ആദ്യം എന്ത് ചെയ്തു? യേശു ആദ്യം അവർക്ക് വചനം കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം എന്ത് കൊടുത്തു? വചനം കൊടുത്തു. ശ്രദ്ധിച്ചോട്ടോ. ഒന്നാമത് വചനം. 2, അവർ ഭക്ഷണത്തിൽ നിന്നപ്പോൾ യേശു അപ്പമെടുത്തുയർത്തി, അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. 2ാമത് യേശു എന്ത് കൊടുത്തു? വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ഇനി ലൂക്കാ സുവിശേഷം അവിടം കൊണ്ട് വായിച്ച് അവസാനിപ്പിക്കരുത്. ലൂക്ക എഴുതിയ അടുത്ത പുസ്തകം ഏതാ? ലൂക്ക എഴുതിയ അടുത്ത പുസ്തകം ഏതാണ്? അപ്പസ്തോല പ്രവർത്തനം. അപ്പസ്തോല പ്രവർത്തനം 1:14. യേശു ഈ 2 ശിഷ്യന്മാരെ കൊണ്ടുപോയി എവിടെ ഇരുത്തി? അപ്പസ്തോല പ്രവർത്തനം 1:14. അവരമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. തകർന്നു പോയ 2 ശിഷ്യന്മാര്, ഈ ശിഷ്യന്മാരെ ഒന്നാമത് യേശു വചനം കൊടുത്തു, 2 യേശു കുർബാന കൊടുത്തു, 3 പരിശുദ്ധ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ എന്തു വന്നു? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരാനുള്ള വഴി ഇതാണ്. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ പ്രിയപ്പെട്ടവർ, ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ യേശുവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കണം, നമ്മൾ കുർബാനയോട് ചേർന്ന് നിൽക്കണം, നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഈ 3 കാര്യത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം. കുർബാനയോട്, വചനത്തോട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉറപ്പായിട്ടും വരും. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ.